എല്ലാ വിശ്വാസികൾക്കും നമസ്കാരം. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള ശിവഭക്തർ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവപ്രീതിക്കായി എങ്ങനെ വ്രതമനുഷ്ഠിക്കണം, ഏതൊക്കെ മന്ത്രങ്ങൾ ജപിക്കണം എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണരൂപമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശിവരാത്രിയുടെ തലേദിവസം, അതായത് ഫെബ്രുവരി 14 ശനിയാഴ്ച മുതൽ തന്നെ വ്രതം ആരംഭിക്കുന്നു. ഈ ദിവസം ഒരിക്കലെടുക്കണം. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് മനസ്സിനെയും ശരീരത്തെയും വ്രതത്തിനായി ഒരുക്കുക. മാംസാഹാരവും മദ്യപാനവും പൂർണ്ണമായും ഒഴിവാക്കണം. ശിവരാത്രി ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭസ്മധാരണം നടത്തുക. അന്നേ ദിവസം ധാന്യഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ആരോഗ്യസ്ഥിതി അനുവദിക്കുമെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ വ്രതമെടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അല്ലാത്തവർക്ക് ഇളനീരോ പഴങ്ങളോ കഴിച്ച് വ്രതം തുടരാം. ശിവരാത്രിയുടെ ഏറ്റവും പ്രധാന ഭാഗം രാത്രിയിലെ ഉറക്കമൊഴിക്കലാണ്. രാത്രിയെ 4 യാമങ്ങളായി തിരിച്ച് ഓരോ യാമത്തിലും ശിവനെ ആരാധിക്കണം. ഈ സമയങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഭിഷേകങ്ങൾ ദർശിക്കുന്നതും കൂവളത്തിലകൊണ്ട് അർച്ചന നടത്തുന്നതും ഇരട്ടി പുണ്യം നൽകും. വ്രതസമയത്ത് മനസ്സ് എപ്പോഴും ശിവചിന്തയിലായിരിക്കണം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിർത്താതെ ജപിക്കുക. രോഗശാന്തിക്കും ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനും മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ശിവപഞ്ചാക്ഷര സ്തോത്രവും ജപിക്കാവുന്നതാണ്. ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയുള്ള സമയമാണ് പാരണ വീട്ടാൻ അനുയോജ്യം. ശിവകൃപയാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. ഓം നമഃ ശിവായ.